ഇപ്പോഴത്തെ ഈ ഒരു പ്രഖ്യാപനം അത് ഇന്ത്യക്ക് വലിയൊരു വിജയമാണ്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ഭീകര കേന്ദ്രങ്ങളെ മുച്ചൂട് മുടിക്കാൻ നമുക്ക് കഴിഞ്ഞു. കൊല്ലപ്പെട്ട ഭീകരരൊക്കെ UN പോലും ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്ന കൊടും ഭീകരരുടെ തലയറക്കാൻ ഈ രാജ്യത്തിന് സാധിച്ചു. ഇനി ഈ പാകിസ്ഥാൻ എന്ന രാജ്യം അത് ഭീകരതയെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നു എന്നത് ദൃശ്യങ്ങളടക്കം ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ ഈ രാജ്യത്തിന് സാധിച്ചു. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അവിടുത്തെ കൊടും ഭീകരന്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന സൈനിക മേധാവിയുടെ ചിത്രം. അങ്ങനെ ഇതിനൊക്കെ പുറമെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടപ്പാക്കാൻ ശ്രമിച്ചത് ഹർഷൻ ഇപ്പോൾ അവസാനം പറഞ്ഞു നിർത്തിയതുപോലെ മതം പറഞ്ഞ് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ളൊരു ശ്രമം അത് ഇവിടെ നടപ്പില്ല. ഈ രാജ്യത്തിനെതിരെ ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇവിടെ ഒരു ധ്രുവീകരണത്തിന് ശ്രമിച്ചാൽ ഈ രാജ്യം കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒറ്റക്കെട്ടായി നിൽക്കും. ഒറ്റക്കെട്ടായി ആ രാജ്യത്തിന് വേണ്ടി തന്നെ പോരാടും, നിലകൊള്ളുമെന്നൊരു ക്ലിയർ മെസ്സേജ് തന്നെയല്ലേ ഇന്ത്യക്ക് ലോകത്തിന് കൊടുക്കാൻ കഴിയുന്നത് ഹർഷൻ? തീർച്ചയായും ആ നിലയ്ക്ക് തന്നെ നമുക്ക് കാര്യങ്ങളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല സേതു, ഇതിൽ ഒന്ന് രണ്ട് കാര്യം കൂടിയുണ്ട്. ഇത് അതായത് ഈ വെടിനിർത്തലിലേക്ക് എത്തിയ ചർച്ചകളെക്കുറിച്ച് തന്നെയാണല്ലോ ഈ ഘട്ടത്തിൽ സൂക്ഷ്മമായി കുറച്ചുകൂടി പരിശോധിക്കേണ്ടത്. അപ്പോൾ സൗദി അറേബ്യയും ഖത്തറും ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. കാരണം മാർക്ക് റൂബിയോയുമായി വിശദമായ ചർച്ചകൾ സൗദി അറേബ്യയും ഖത്തറും നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായ ചർച്ചകൾ ഇന്ത്യയും പാകിസ്ഥാനുമായി മാർക്ക് റൂബിയോ നടത്തുന്നത്. അങ്ങനെ ഈ കുറി 2019 സമാനമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷത്തിൽ അമേരിക്കയുടെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനം. മറ്റൊന്ന്, ഇതിലേക്ക് പാകിസ്ഥാൻ എത്തിച്ചേരാൻ കാരണമായ ചില സംഗതികൾ കൂടിയുണ്ട്. നേരത്തെ സേതു പറഞ്ഞല്ലോ, പലരും പല അഭിപ്രായങ്ങളുമാണ് പാകിസ്ഥാനിലെ നേതൃത്വം പറയുന്നതെന്ന്. ആ നിലയ്ക്ക് നോക്കിയാൽ പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായ ഇഷാഖ് ദർ അവിടെ പറഞ്ഞത് ഈ പാകിസ്ഥാനികൾ എപ്പോഴും പ്രദേശത്തെ സമാധാനത്തെയും സുരക്ഷയ്ക്കും വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. ഈ പ്രാദേശികമായ അഖണ്ഡതയും സുരക്ഷയും പരമാധികാരവും ഒന്നും വിട്ടുവീഴ്ച ചെയ്യാതെ, അതുകൊണ്ട് വെടിനിർത്തലിനെ അനുകൂലിക്കുകയാണ് എന്ന മട്ടിൽ പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതായത് അവർക്കിടയിൽ തന്നെ ഒരു ആഭ്യന്തര കുഴപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നത് സംശയമില്ല. മറ്റൊന്ന്, ബലൂച്ച് മേഖലയിലെ ശക്തമായ വിമത നീക്കം എന്നത് പാകിസ്ഥാനെ ഒട്ടൊന്നുമല്ല കുഴക്കുന്നത്. അത്തരമൊരു പ്രശ്നം കൂടി അവിടെ നിലനിൽക്കുന്നു. ഇതിനപ്പുറം ഏറ്റവും അധികം പാകിസ്ഥാനെ പിന്തുണയ്ക്കും എന്ന് നമ്മൾ കരുതുന്നത് തുർക്കിക്ക് ശേഷം പിന്നെ ചൈനയാണ്. ചൈനീസ് ആയുധങ്ങളും തുർക്കിയുടെ ആയുധങ്ങളുമാണ് അവർ നമുക്കെതിരെ പ്രയോഗിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളി കൂടിയാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യ അവിടെ ഈ $57 ബില്യൺ പാകിസ്ഥാനിൽ മുടക്കിയിട്ടുണ്ടെങ്കിലും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളിൽ ഒരു ചെറിയ ഇടിവ് പോലും ഉണ്ടാകുന്നത് ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ്. കാരണം അമേരിക്കയുമായുള്ള നേരിട്ടുള്ള വ്യാപാര ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ സാമ്പത്തിക ഏറ്റുമുട്ടലിൽ വളരെ കൃത്യമായി അമേരിക്കയ്ക്കെതിരെ കർശനമായ നിലപാടെടുക്കുകയും ഒരു തരത്തിലുള്ള ചർച്ചയ്ക്ക് തയ്യാറാവാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമീപനം അടുത്തുവരെ ചൈന കാഴ്ചവെച്ചിരുന്നു. ചൈന ആ നിലയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു സമീപനം അമേരിക്കയോട് സ്വീകരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിപണിയായ ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ ചൈനയ്ക്കും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാര്യം ഈ ചൈനയുടെ ആയുധങ്ങളൊക്കെ പ്രയോഗിക്കാനും അവയുടെ ഡിസ്പ്ലേ നടത്താനും ഒക്കെയുള്ള ഒരു അവസരമായി ഈ യുദ്ധം മാറി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ചൈനീസ് ഓഹരി ഈ ഡിഫൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിലെ ചൈനീസ് കമ്പനികളുടെ ഓഹരിയൊക്കെ 41% ആണ് ഒറ്റയടിക്ക് ഈ സംഘർഷം ആരംഭിച്ചതിന് ശേഷം വളർന്നത്. അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി ഒരു സുദീർഘമായ വ്യാപാര പങ്കാളി എന്ന നിലയ്ക്ക് സുദീർഘമായ കാലത്തേക്ക് പോകേണ്ട ഒരു ബന്ധം ഇന്ത്യയുമായി തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അത് കണക്കാക്കിക്കൊണ്ട് ചൈനയും അങ്ങനെ ഈ അമേരിക്കയെ വിസിലടിച്ച് മൂപ്പിക്കുന്ന പണി ഇത്തവണ കാണിച്ചിട്ടില്ല അധികം എന്നത് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഒത്തുവന്നതുകൊണ്ട് അതായത് പലതരത്തിലുള്ള ആഗോള സാഹചര്യങ്ങൾ കൂടിയാണ് ഇന്ത്യ പാക് വെടിനിർത്തലിന് ഇപ്പോൾ കാരണമായിരിക്കുന്നത് എന്നതാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. സെബാൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സെബാന്, ഈ വിലയിരുത്തലുകളോട് ചേർത്ത് തന്നെയല്ലേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഇത് നേരത്തെ തന്നെ വിവിധ മാധ്യമങ്ങൾ നമുക്കറിയാം ന്യൂസ് വീക്ക് പോലുള്ള മാധ്യമങ്ങളൊക്കെ തന്നെയും ഇത് സംബന്ധിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ദക്ഷിണേഷ്യയിലെ 2 ആണവ ശക്തികൾ തമ്മിലുള്ള ഈ ആകാശയുദ്ധം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഇത് അതായത് യുദ്ധങ്ങളൊക്കെ തന്നെയും ആധുനികവൽക്കരിക്കപ്പെട്ട ശേഷം, അതായത് നേരത്തെ നമുക്കറിയാം ഇന്ത്യ പാക് സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തുള്ള സാഹചര്യമല്ല ഇപ്പോൾ. ഡ്രോണുകൾ, ആളില്ലാ വിമാനങ്ങൾ, ഇങ്ങനെ വെപ്പൺട്രിയുടെ ഒരു ലോകം തന്നെ വളരെ വലിയ നവീകരിക്കപ്പെട്ട സമയത്ത്
നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് എന്ന നിലയിൽ ലോകരാജ്യങ്ങളൊക്കെ തന്നെയും ഇതിനെ വീക്ഷിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നിരവധിയായി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യ 600 ബില്യൺ കൊടുത്തിട്ട് നമ്മളിപ്പോൾ റഫാലിൻ്റെ 2 ജനറേഷൻ 4.5 എന്ന് പറയുന്ന ഏറ്റവും പുതിയ ജനറേഷൻ, ഒപ്പം തന്നെ റഫാലിൻ്റെ മിറാഷ് 2000 നമ്മുടെ കയ്യിലുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്തുള്ള തേജസ്, ഇത്തരത്തിലുള്ള വലിയ ഒരു 6ഓളം വരുന്ന എയർക്രാഫ്റ്റ് സംവിധാനങ്ങൾ. അപ്പോൾ അപ്പുറത്ത് പാകിസ്ഥാനിൻ്റെ കയ്യിലുള്ളത് ചൈന നിർമ്മിക്കുന്ന തുടരുക. ഇപ്പോൾ കുറച്ച് പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർ എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം വരികയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫോറിൻ സെക്രട്ടറി പറഞ്ഞ ഒരു സ്ഥിരീകരണം മാത്രമാണ് നമ്മളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വിദേശകാര്യമന്ത്രി കൂടി പറയുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്. ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഹാവ് ടുഡേ വർക്ക്ഡ് ഔട്ട് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓൺ സ്റ്റോപ്പേജ് ഓഫ് ഫയറിംഗ് ആൻഡ് മിലിറ്ററി ആക്ഷൻ എന്ന് പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം, ഭീകരതയ്ക്കെതിരായ പോരാട്ടം തുടരുമെന്ന്. തുടരാം സെബാൻ. തീർച്ചയായും അതെ, നേരത്തെ ഇപ്പോൾ ഹർഷൻ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെ തന്നെ അതാണ് സാഹചര്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് US-ന് ഇതിൽ താല്പര്യമെടുത്ത് വളരെ പെട്ടെന്നൊരു വെടിനിർത്തലിലേക്ക്, ഇപ്പോൾ റോയിട്ടേഴ്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു ലോങ് നൈറ്റ് ഡിസ്കഷനാണ് നടന്നതെന്നാണ്. വളരെ സുദീർഘമായൊരു രാവിൻ്റെ ചർച്ചകളാണ് മാർക്ക് റൂബിയോ ഇരു രാജ്യങ്ങളുമായും നടത്തിയത്. അങ്ങനെയാണ് ഇത് ഇങ്ങനൊരു ഇതിൻ്റെ ഇപ്പം നേരത്തെ ഡൊണാൾഡ് ട്രംപ് 2 രാജ്യങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടിട്ട പോസ്റ്റിൽ ചെറിയ വാക്കുകളാണെങ്കിലും അതിനെ കൂടുതൽ വിശാല അർത്ഥത്തിൽ നേരത്തെ ഹർഷൻ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ മുഴുവൻ രാഷ്ട്രീയവും അതിലടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് ഈ മേഖലയിൽ വളരെ സുസ്ഥിരതയുള്ളൊരു രാജ്യം. ആ രാജ്യവുമായുള്ള സൗഹൃദം റിസ്ക് ചെയ്യാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഒരു പരിധി വരെ ചൈന പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം നമുക്കിതിൽ നിന്ന് വായിച്ചെടുക്കാൻ.